മറ്റ് നമ്പറുകളിലേക്ക് അടക്കം മൂന്നാം സമ്മാനമടക്കമുള്ള മറ്റ് ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ അല്പനിമിഷങ്ങൾക്കകം തന്നെ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത് ഏത് ഏജൻസിയാണെന്ന കാര്യത്തിലടക്കം നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഭാഗ്യവാൻ, അത് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ഇതിനു മുൻപ് പല ബമ്പറുകളും കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ യാത്രയ്ക്ക് വരുന്നു ടൂറിസ്റ്റുകളായി വരുന്ന പലരും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പല യാത്രക്കാരടക്കം ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഭാഗ്യശാലികൾ കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മലയാളിക്ക് തന്നെയാണോ ഇത്തവണ സമ്മാനം ലഭിക്കാൻ പോകുന്നതല്ല, അത് കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിന് തന്നെയായാലും കേരളത്തിനകത്ത് ഏത് ജില്ലയിൽ നിന്ന് വിറ്റ ഏത് ഏജൻസിയിൽ നിന്നാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ വ്യക്തമാകുന്നുണ്ട്. യെസ്, എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്, ഏതാണ് ഏജൻസി ഉടൻ തന്നെ വ്യക്തമാകും. അതിൻ്റെ നമ്പറുമായി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഈ നമ്പർ അടിച്ച ഭാഗ്യവാൻ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുണ്ടാവാം, താൻ ഭാഗ്യശാലിയാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവാം. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആ ലോട്ടറി കടയുടെ മുന്നിലെ ആംബിയൻസ് എന്താണ്? ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയാണോ ലോട്ടറി അടിച്ചത്? സജിത്ത്, അറിയില്ല എവിടെയാ ലോട്ടറി അടിച്ചെന്നുള്ളത്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പോൾ ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. ഏതാണ്ട് 41 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അതിന് 30,000-ലധികം താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോകാനുള്ളതെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുപോലെ തന്നെ അവസാന മൊമെന്റിൽ ഒരുപാട് വിൽപ്പനകൾ നടന്നിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. എന്തായാലും ആളുകൾ അതിനെ, അതായത് ലോട്ടറി, ബമ്പർ ലോട്ടറിയെ കൂടുതൽ സീരിയസ് ആയി കാണുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പ്രൈസിൻ്റെ അതിനോടുള്ള ഒരു അട്രാക്ഷൻ ആകാം. എന്നിരുന്നാലും ഈ സരംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോട്ടറി പുറത്തേക്ക്, അതായത് കൂടുതൽ ഭാഗ്യവാന്മാർ കേരളത്തിന് പുറത്തുള്ള ആളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ റഷ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ലോട്ടറി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ റെക്കോർഡ് വിൽപ്പനയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഈ സമ്മർ ബമ്പറിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ 36 ലക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ 42 ലക്ഷം ടിക്കറ്റുകൾ അടിച്ച ശേഷം 41,73,410 ടിക്കറ്റുകളായിരുന്നു നമുക്ക് അല്പം മുമ്പ് ലഭിച്ചിരുന്ന കണക്കുകൾ. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് പിന്നെയും ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ശതമാനം, ഏതാണ് 90% അടുത്ത് തന്നെ ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും നമുക്കറിയില്ല അവിടെ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്. പലപ്പോഴും ടിക്കറ്റ് കൈ കിട്ടിയ ശേഷം അത് ബാങ്കിൽ എത്തിക്കുന്നത് വരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല ഈ ലോട്ടറി ലഭിച്ച ശേഷം സാമ്പത്തികം ആവശ്യപ്പെട്ട് വരുന്ന ആവശ്യമുള്ളവരുടെ ആവശ്യമില്ലാത്തവരുടെ ഒരു വലിയ നീണ്ട നിര, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോൾ അത് രഹസ്യമാക്കി വെക്കാറുമുണ്ട്. എന്നിരുന്നാലും ഏത് ജില്ലയിലാണ് ലോട്ടറി അടിച്ചതെന്നുള്ള കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.